നമ്മുടെ ലൈഫിൽ പൊതുവേ പോകുന്ന ഒരു തിയറിയാണ് ട്രയാങ്കിൾ തിയറി ഓഫ് ലവ് എന്ന് പറയുന്നത്. അത് ഫ്രണ്ട്ഷിപ്പിലായിരുന്നാലും മാരേജിലായിരുന്നാലും എല്ലാത്തിലും ആ ഒരു തിയറിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുക. എന്തായിരിക്കും ഈ ട്രയാങ്കിൾ തിയറി ഓഫ് ലവ്? നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മളോടൊപ്പം SUT ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റ് നിതിൻ AF ഉണ്ട്. അപ്പോൾ ചോദിക്കാം. സർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം സർ. എന്താണ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാറ്റേൺ ആയിട്ട് കാണിക്കുന്നത് ട്രയാങ്കിൾ തിയറി ഓഫ് ലവ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ ട്രയാങ്കിൾ തിയറി ഓഫ് ലവ്? ആക്ച്വലി ഇത് വളരെ വേൾഡിൽ പോപ്പുലർ ആയിട്ടുള്ള സൈക്കോളജി അക്കാഡമിക് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ തന്നെ കാണുന്ന ഒരു തിയറിയാണ് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ റിലേഷൻഷിപ്പും നമുക്ക് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ നമുക്കത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് കാണുന്നത് മാരിറ്റൽ റിലേഷൻഷിപ്പിലാണ്, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്, എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പം ഈ ട്രയാങ്കുലർ തിയറി ഓഫ് ലവിൽ 3 കമ്പോണൻ്റ് ആണുള്ളത്. ഒന്ന് ഇൻറ്റിമസി, 2 പാഷൻ, 3 കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ കമ്പോണൻറ്റുകളുടെ കോമ്പിനേഷൻസ് അനുസരിച്ച് അത് ഫ്രണ്ട്ഷിപ്പ് ആവാം, അല്ലെങ്കിൽ ക്രഷ് ആവാം, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫങ്ഷനിങ് ആയിട്ടുള്ള മാരിറ്റൽ ലൈഫ് ആവാം. ഇത് ഇതിന് ഈ 3ൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ റിലേഷൻഷിപ്പുകളുടെ ആ ഒരു ഇൻഡെപ്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ്, അതിൻ്റെ ഒരു ഫങ്ഷനിങ് ഒക്കെ നമുക്കിത് വെച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഏതിലോ ഒന്നിൽ അല്ലേ ഒരു ഫങ്ഷൻ തെറ്റിപ്പോയാൽ അത് അവിടെ തകിടം മറിയാണെന്ന് തോന്നുന്നു. അതെങ്ങനെയാണ്? അത് ആക്ച്വലി ഈ 3 കമ്പോണൻറ്റിൽ 3 കമ്പോണൻറ്റും ഉണ്ടെങ്കിലാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള മാരിറ്റൽ ലൈഫ് ഉണ്ടാവുക. അപ്പം ഒരെണ്ണം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫങ്ഷനിങ് ആയിട്ട് നമുക്കൊരു ആവറേജ് ഫങ്ഷനിങ്ങിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഒരെണ്ണം മാത്രമാണ് ഉള്ളൂ എങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന, ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ കാണുന്ന മാരേജുകളിലൊക്കെ തന്നെ മെജോറിറ്റിയും കമ്മിറ്റ്മെന്റ് മാത്രമാണുള്ളത്, ബാക്കി രണ്ടുമില്ല. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ കമ്മിറ്റ്മെന്റ് നിലനിന്ന് പോകുന്നത് ഈ സോഷ്യൽ സ്റ്റാറ്റസിന്റെ, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ള പല പ്രഷറിന്റെ പുറത്താണ് ഈ കമ്മിറ്റ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതെ, പല ഫാക്ടേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരണമെങ്കിൽ ഈ 3 കമ്പോണൻറ്റും ഫുള്ളായിട്ട് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അത് ഭയങ്കര പാടല്ലേ? അത്രയും നമുക്ക് നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്, നമ്മുടെ ബിസി ഷെഡ്യൂൾ അനുസരിച്ചൊക്കെ ഈ 3 കാര്യവും ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് പാടുള്ള ഒരു കാര്യമാണെന്നാണോ സാറ് പറയുന്നത്? അതോ എങ്ങനെയാണ് നമുക്കത് ഈസി ആയിട്ട് നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുമോ? അത് നമ്മുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ചിരിക്കും. ആക്ച്വലി നമ്മൾ എന്തിനെയാണ് ഫസ്റ്റായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഫാമിലിയെക്കാളും കൂടുതൽ നമ്മൾ കരിയറിനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഈ പറയുന്ന ഇൻറ്റിമസിയും പാഷനും കമ്മിറ്റ്മെൻറ്റും നമുക്ക് നമ്മുടെ മാരിറ്റ് ലൈഫിൽ ഉണ്ടാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ മാരേജിനെയും ഫാമിലിയെയും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ഫങ്ഷനിങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതെന്താണ് ഈ ഇൻറ്റിമസി, എന്താണ് പാഷൻ, എന്താണ് കമ്മിറ്റ്മെന്റ് എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നുന്നു. അതായത് ഇൻറ്റിമസി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സ്ട്രെയിഞ്ചറെ പരിചയപ്പെട്ടു എന്ന് വെച്ചോളൂ. നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ പേരെന്താണെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് വേറെ ദിവസം കാണുമ്പോൾ വീട് എവിടെയാണെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് വേറെ ദിവസം കാണുമ്പോൾ എവിടെ ജോലി ചെയ്യണമെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് വേറെ ദിവസം കാണുമ്പോൾ ഇന്നെന്താ താമസിച്ചെത്തിയെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് വേറെ ദിവസം കാണുമ്പോൾ സാലറി എത്ര രൂപയാണെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് വേറെ ദിവസം കാണുമ്പോൾ ഇന്നെന്താ മുഖം വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം നമ്മൾ ചോദിച്ച് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ആളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും പേഴ്സണൽ സീക്രട്ടുകളിലേക്കുമാണ് നമ്മൾ ചോദിച്ചു പോകുന്നത്. അപ്പം 2 വ്യക്തികൾ തമ്മിൽ ഒരു ഇൻറ്റിമസി ഉണ്ടാവുന്നത് എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് സത്യസന്ധമായി സംസാരിക്കുമ്പോഴാണ് അവരുടെ ഇടയിലുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഇൻറ്റിമസി എന്ന് പറയുന്ന ഒരു ബോണ്ടിങ് അവിടെ ഉണ്ടാവുന്നത്. അപ്പം അത് ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മാരേജ് പ്രപ്പോസലുകളൊക്കെ നോക്കുമ്പോൾ തന്നെ സാധാരണ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് 1000 കള്ളം പറഞ്ഞാലേ ഒരു കല്യാണം നടക്കുകയുള്ളൂ എന്നുള്ളത്. അത് വളരെ ഫൂളിഷ് ആയിട്ടുള്ള, സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ആക്ച്വലി. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ലൈഫ്
സീരിയസ് ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് അപ്രൈറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ് നമ്മുടെ സ്പൗസിനോട് ഓണസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മൾ നോക്കുന്ന പ്രപ്പോസലിൽ കള്ളം പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നതെങ്കിൽ വാസ്റ്റ് മെജോറിറ്റി കേസിലും നമുക്ക് പിന്നെ ഒരു ലൈഫിൽ തിരിച്ചു വരവില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റിമസി എന്ന് പറയുന്നത് ഓണസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ സ്പൗസുമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഫാക്ടറാണ് പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫിസിക്കൽ സെക്ഷുവൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇൻറ്റിമസി ഒരു പ്രീ കണ്ടീഷനാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന കാര്യത്തിൽ. പക്ഷെ നമ്മുടെ നാട്ടിൽ പല കാരണങ്ങൾ കൊണ്ട് ഫിസിക്കൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് നടക്കാറില്ല. ഇപ്പം ഇൻ്റർനാഷണലി തന്നെ പഠനങ്ങൾ കാണിക്കുന്നത് മുൻപ് തലമുറകളിലുണ്ടായിരുന്നതിനേക്കാളും സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഇപ്പോഴത്തെ ജനറേഷൻസിൽ മാരിറ്റൽ ലൈഫിൽ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ സെക്ഷുവൽ ആയിട്ടുള്ള ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിലും ഒന്നാമത് നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള പ്ലഷർ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ ട്രൈ ചെയ്യുന്നത്. അതിനേക്കാളുപരി നമ്മുടെ സ്പൗസിന് മാക്സിമം പ്ലഷർ എങ്ങനെ കൊടുക്കാൻ പറ്റും, മാക്സിമം ഫുൾഫിൽമെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു എയിമിലാണ് ഫിസിക്കൽ സെക്ഷുവൽ റിലേഷൻഷിപ്പിനകത്തേക്ക് ഇൻവോൾവ് ആവുകയാണെങ്കിൽ അവരുടെ ഇടയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. എന്നാൽ മാത്രമേ ഒരു ഗീവ് ആൻഡ് ടേക്ക് അവിടെ നടക്കത്തുള്ളൂ. യെസ്, എക്സാക്ട്ലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതല്ലാതെ അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് എയിം ചെയ്യുന്നതെങ്കിൽ സബ്സിക്വൻ്റ്ലി അതുമില്ല മറ്റേ ആർക്കും കിട്ടാത്ത അവസ്ഥയിലേക്ക് അവരൊരു സെക്ഷുവൽ ഡിസ്ഫങ്ഷണൽ സിറ്റുവേഷനിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലേക്ക് പോകുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പാഷൻ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് മാരിറ്റൽ ലൈഫിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, മൂന്നാമത്തേതാണ് കമ്മിറ്റ്മെൻറ്റ്. ഇപ്പം നമ്മുടെ നാട്ടിലെ എല്ലാ മാരേജസിലും സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു റിലേഷൻഷിപ്പ് ലോങ് ടൈം എന്തൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് വന്നാലും ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എടുക്കുന്ന ഒരു കോൺഷ്യസ് ഡിസിഷനെയാണ് നമ്മൾ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മാരേജിനകത്ത് ഉള്ളത് കമ്മിറ്റ്മെൻറ്റാണ്. ഇപ്പം ലിവിങ് ടുഗദർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കമ്മിറ്റ്മെൻറ്റ് സീറോയാണ്. ഇപ്പം ഉള്ള പാർട്ട്ണറെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ ഞാൻ എപ്പോൾ കാണും അപ്പോൾ ഞാൻ ആളുടെ കൂടെ പോകും. അതിൻ്റെ അർത്ഥം മീനിങ് കമ്മിറ്റ്മെൻറ്റ് സീറോയാണ്. അവിടെ പാഷൻ ഉണ്ടാവാം, ചിലപ്പോൾ ഇൻറ്റിമസി ഉണ്ടാവാം. പക്ഷെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ആ റിലേഷൻഷിപ്പ് കോൺഷ്യസ് ആയിട്ട് ഓവർ ദ ടൈം ലോങ് ടൈം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡിസിഷൻ. അപ്പോൾ ഇത് മൂന്നും ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോമിസിങ് ആയിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ സാറ് പറയുന്ന അനുസരിച്ച് നമ്മൾ ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ലൈഫ് അല്ലേ, ഒരു ലൈഫ് പാർട്ട്ണർക്കായിരുന്നാലും അവർ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു പാറ്റേണിൽ തന്നെ പോയി ആ ഒരു ജീവിതം സക്സസ്ഫുൾ ആവാൻ സാധിക്കും എന്നുള്ളത് തന്നെ. അപ്പോൾ ഇപ്പോൾ ഈ കരിയർ മിക്കവാറും ഈ ഒരു ഡൗൺ ആയി നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ തിരിച്ച് ഈ ഒരു രീതിയിലേക്ക് പിന്നീട് കൊണ്ടുവരാനായിട്ട് സാധിക്കും? സമയം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മോഡേൺ കപ്പിൾസിനിടയിൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ് കുറഞ്ഞു വരികയാണെന്നുള്ളത്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 2 പേരും ഫുൾ ടൈം പെർമനൻ്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അസോസിയേറ്റ് ചെയ്തതായിട്ടുള്ള സ്ട്രെസ്സും കൂടുതലാണ്. അപ്പം ടൈമും ഇല്ല, സ്ട്രെസ്സും കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ള അടുപ്പം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് വളരെ നമ്മുടെ സൊസൈറ്റി വളരെ ക്രൂഷ്യലായിട്ട് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ടൈമും കിട്ടുന്നില്ല, സ്ട്രെസ്സും കൂടുതലാണെങ്കിൽ ഒബ്വിയസ്ലി അതിനകത്ത് വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അതുകൊണ്ടായിരിക്കും അല്ലേ ഇപ്പോഴത്തെ ലൈഫിലൊക്കെ ചെറിയ കുലുക്കങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ പ്രയോറിറ്റീസ് ഡിഫറൻ്റ് ആയിട്ട് വരുമ്പോൾ എപ്പോഴും കോൺഫ്ലിക്റ്റും ക്രൈസിസും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ജനറലി കാണുന്നത് മാരിറ്റൽ ഇഷ്യൂസിലൊക്കെ തന്നെ നമ്മളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതല്ല, പകരം പരസ്പരം ഒരു കോമ്പറ്റീഷനാണ്, പരസ്പരം മത്സരിക്കുകയാണ്. ആരാണ് ഇതിനകത്തൊരു ഫുട്ബോൾ പോലെയാണ്, ഒരു പ്ലേയിങ് ദ ഗെയിമാണ്. ആക്ച്വലി സോൾവിങ് ദ പ്രോബ്ലം അല്ല. ആക്ച്വലി ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരു 2 അഡൽട്ട് ഇരുന്ന് ഹസ്ബൻഡും വൈഫും ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പക്ഷെ പരസ്പരം കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണെങ്കിലോ അതൊരിക്കലും നമുക്കത് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ഇന്നത്തെ മാരേജസിൽ വളരെ വ്യാപകമായിട്ട് കാണുന്നൊരു കാര്യമാണ്.
ഓക്കെ, അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഒരു ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം അല്ലേ സർ? എനിവേ മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു. ശരി, താങ്ക് യു.